ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലെ രണ്ടാമത്തെ ബ്ലോക്ക് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തെ ബ്ലോക്ക് നമ്മൾ ഓൾറെഡി ലൈവ് ക്ലാസ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് ക്ലാസ് ഒന്നാമത്തെ ബ്ലോക്ക് നമ്മൾ ഫിനിഷ് ചെയ്തു. രണ്ടാമത്തെ ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ്. ഒന്നാമത്തെ ബ്ലോക്കിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷനാണ് ഒന്നാമത്തെ ബ്ലോക്ക് വരുന്നത്. അതിൽ നമ്മൾ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനും ഗ്ലോബലൈസേഷനും അതുപോലെ തന്നെ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് ചർച്ച ചെയ്തത്. അവിടെയൊക്കെ നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള ഫോർമലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തത്. എന്നാൽ രണ്ടാമത്തെ ബ്ലോക്കിൽ ഇൻഫോർമലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് ഇൻഫോർമൽ? നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ നടത്തുന്ന കോൺവെർസേഷനാണ് ഇൻഫോർമൽ കോൺവെർസേഷൻ. അപ്പോൾ ശരിക്കും അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും മറ്റുമൊക്കെ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, നമ്മുടെ സംസാരം ഏറ്റവും മാന്യമായ രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്ന് ഈ ഒരു യൂണിറ്റ് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തെന്ന് വെച്ചാൽ, സ്റ്റാർട്ട് കാഷ്വൽ കോൺവെർസേഷൻ, സാധാരണ സംഭാഷണത്തെക്കുറിച്ച് പഠിക്കുക. 2, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരാളെ പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ പരിചയപ്പെടുത്തുക എന്നുള്ളത്. ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഗ്രാമറിൻ്റെ ക്ലാസ്സിൽ സെപ്പറേറ്റ് പഠിക്കുമെങ്കിലും ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകും. ബ്രിങ് കോൺവെർസേഷൻ ടു ആൻ എൻഡ്. എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കുക? ടേക്ക് എ ലീവ് ഓഫ് അതേഴ്സ് and pronounce sound expressed by letters and especially by the weak forms. ചില പ്രൊണൗൺസിയേഷനും അതിൻ്റെ യൂസേജൊക്കെ മനസ്സിലാക്കുക. ഇൻട്രൊഡക്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. In the previous block you learned about some basic concept for communication in English. നമ്മൾ നേരത്തെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ദിസ് യൂണിറ്റ് വിൽ ഗെറ്റ് acquainted with some of the ways which you can express yourself informally with friends, classmates, colleagues in English. ഇവരോടൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സംസാരിക്കുക, എന്തൊക്കെ സംസാരിക്കുമ്പോണ്ടാവുന്ന എക്സ്പ്രഷൻസ് എങ്ങനെയൊക്കെയാണ്. You may have to do this. The people around you speak a language different from your own. നമുക്കറിയാം, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പല ആൾക്കാരും പല ഭാഷ സംസാരിക്കുന്നവരാണ്. അവരുടെ ഇടയിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ്. There are times when you may be in a group where the common language of communication is English. അപ്പോൾ ആ ഇംഗ്ലീഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട കുറേ മര്യാദകളും മെത്തേഡുകളും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ പറയേണ്ട രീതികൾ മനസ്സിലാക്കിയിരിക്കുക. ഞാൻ 3ാമത്തെ പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ, ഇൻ ദി പാസ്റ്റ് കോൺവെർസേഷൻ വാസ് കൺസിഡേർഡ് ആസ് എൻ ആർട്ട്. പണ്ടൊക്കെ കോൺവെർസേഷൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടായിട്ടാണ് കണ്ടിരുന്നത്, അല്ലേ? നന്നായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കല തന്നെയാണ്. നമ്മൾ പല ആൾക്കാരെയും നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം തന്നെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഒരു പക്ഷേ നന്നായിട്ട് സംസാരിക്കുന്ന ആളായിരിക്കാം, ചിലപ്പോൾ തീരെ സംസാരിക്കാത്ത ആളായിരിക്കാം, ചിലപ്പോൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ആളായിരിക്കാം. അപ്പോൾ സംസാരിക്കുക എന്നുള്ളത് ഇതിലേതാണ് നല്ലത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും സംസാരിക്കുന്നതും തീരെ സംസാരിക്കാതിരിക്കുന്നതും അത്ര നല്ല സ്വഭാവം അല്ല എന്ന് പറയാം. ആവശ്യത്തിന് മാത്രം ഇടപെട്ട് സംസാരിക്കുക. അങ്ങനെ ഒരു സംഭാഷണത്തിൽ പോലും, സംസാരത്തിൽ പോലും ഒരു മിതത്വം പാലിക്കുന്ന ആൾക്കാർ, വളരെ പക്വതയാർന്ന ആൾക്കാരായിരിക്കും. അവർ കൂടുതൽ പ്രശ്നങ്ങളൊന്നും എടുത്തു ചാടാത്ത, ചെന്ന് വീഴാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊരു ആർട്ടാണ്, നന്നായിട്ട് സംസാരിക്കുക എന്നുള്ളത്, അല്ലേ? അതുകൊണ്ടാണ് ചില ആളുകൾ സംസാരിക്കുന്നത് ചില ആളുകൾക്ക് ഇഷ്ടമല്ല. ചില ആളുകൾ സംസാരിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കും. അവരുടെ സംസാരം കേൾക്കാൻ തന്നെ കാത്തിരിക്കുന്നവരുണ്ടാകാം. അങ്ങനെ നമ്മളും അതിൽ പെടണം. നമ്മുടെ സംസാരം കേൾക്കാൻ മറ്റുള്ളവർ കാത്തിരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ആ ആർട്ട് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരാണെന്ന് പറയാം. എ ഗുഡ് കോൺവെർസേഷണലിസ്റ്റ് വാസ് ദ ലൈറ്റ് ഓഫ് സോഷ്യൽ ഗ്യാതറിങ്. നമുക്കറിയാം, നല്ലൊരു സംസാരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് ഇങ്ങനെ ഒരുമിച്ച് നിർത്തുന്ന ആളാണ്, അല്ലേ? ഈ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അവരുടെ നാവ് കൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത്.
അവർ ഒരു കൂട്ടം ആൾക്കാരെ ഒന്നിച്ച് നിർത്താൻ പറ്റണം. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നത് അതിന് വളരെ കാലങ്ങളായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുണ്ട്, പല രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, പല മതങ്ങളുണ്ട്. ഇവരൊക്കെ ഒന്നിച്ച് നിന്നിട്ടും പലപ്പോഴും എന്താവുന്നില്ല, ആ ഒരു ഒരുമ കിട്ടിയിരുന്നില്ല. പക്ഷെ ആ ഒരുമ കിട്ടുന്നത് ഒരാളുടെ വരവോട് കൂടിയിട്ടാണ്. ആ വ്യക്തി വളരെ സംസാരിക്കാൻ കഴിവുള്ള, ആ സംസാര കല എന്ന് പറയുന്ന അങ്ങനെ തന്നെ നമുക്ക് പരിചയപ്പെടുത്താം. അത് ഏറ്റവും കൂടുതൽ എന്താ പറയുക, അത് അതിൻ്റേതായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ധാരാളം സംസാരിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. ആളെ നമുക്കറിയാം, മഹാത്മാഗാന്ധി ഈ ഒരു ഗ്രൂപ്പിലേക്ക് വന്ന് ചേരുന്നു. അദ്ദേഹത്തിന് പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വിടുന്നു. അദ്ദേഹം പഠനമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഫാമിലി ധാരാളം ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടും അതൊന്നും ഏറ്റെടുക്കാൻ തയ്യാറാവാണ്ട്, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തിട്ട് അദ്ദേഹം വീണ്ടും ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്ന വാർത്ത ഇവിടെ കേൾക്കുമ്പോഴേക്ക് ആളുകൾക്ക് ആവേശം കൂടാണ്. അപ്പോൾ അദ്ദേഹം വരുന്നു, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയും, അദ്ദേഹം ഒരുമിച്ച് നിർത്തും. സംസാരം കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കൂടെയാണ് ആളുകൾ ഒരുമിച്ച് നിർത്തിയത്. ഗാന്ധിജിയുടെ ആത്മകഥ എടുത്ത് വായിച്ചാൽ അറിയാം, അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്ന ആളെയല്ല, ഒരു നാണം കുണുങ്ങിയാണ്. ആ ഒരു വ്യക്തി പൊതുജനങ്ങളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ, ആ ഒരു ഏരിയയിലേക്ക് വരുമ്പം അയാൾ ആവശ്യത്തിന് സംസാരിക്കുകയും ചെയ്യും. ആ സംസാരം ആളുകൾക്ക് ഇഷ്ടവുമാണ്. അതുകൊണ്ടാണ് ഇതിനൊരു ആർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് വെറും ഒരു ആർട്ടൊന്നും അല്ല. Talking about affairs of the everyday would be interesting and entertaining manner was cultivated talent. വളരെ മനോഹരമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടാലൻറ്റ് തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് ആൾവേസ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെറും വിവരങ്ങൾ കൈമാറുക എന്ന് വിചാരിക്കരുത്. ഷെയറിങ് ഐഡിയാസ് ഓൺ എവരിഡേ ഇവൻറ്റ് ബി ഗ്രേറ്റ് സോഴ്സ് ഓഫ് പ്ലഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. സംസാരം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം നൽകുന്നൊരു കാര്യം കൂടിയാണ്, അല്ലേ? ചില ആളുകളുടെ സംസാരം കേട്ടാൽ നമുക്ക് വിഷമം വരും. അത് നല്ല കൺവെർസേഷൻ അല്ല, നല്ല കമ്മ്യൂണിക്കേഷൻ അല്ല. എന്നാൽ ഇത് എൻ്റർടൈൻമെൻറ്റും പ്ലഷറും സാറ്റിസ്ഫാക്ഷനും നൽകുന്ന ഒരു സാധനം കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദോ കോൺവെർസേഷൻ ഈസ് നോട്ട് viewed much of art today, it was the days of the gift of the gab is still thought desirable of maintaining ordinal relation with the people around us. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഈ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് എന്ന് പറയുന്നത് ഒരു ഫ്രേസാണ്. അതിൻ്റെ ഒരു മീനിങ് വരുന്നത് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവാണ്, എബിലിറ്റി ടു സ്പീക്ക് ഈസിലി. ചില ആളുകൾക്ക് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലോ ആണ്. അത് എന്താ പറയുക, ഒരു വ്യക്തിയെ കാണുമ്പോഴേക്ക് വളരെ ഭംഗിയായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു കഴിവ്, അത് വെറും ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ, ആശയങ്ങൾ വിനിമയം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു മാധ്യമമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് സമൂഹത്തിൽ വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഈവൻ ദ ഫോർമൽ സിറ്റുവേഷൻ ലൈക്ക് മീറ്റിംഗ് പാർട്ടിസിപ്പൻറ്റ് ഡു നോട്ട് abruptly begin to talk about business. They first warm up with a few comments about the weather, journey, food, sports or current events before broaching the subject matter. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. നമ്മളൊരു മീറ്റിംഗ് ആവുന്ന സമയത്ത് ആ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട എന്ത് ആവശ്യങ്ങൾക്കാണോ നമ്മളവിടെ പങ്കെടുത്തത്, ആ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അവിടെ വെച്ചിട്ട് ചർച്ച ചെയ്യുക. അപ്പം എന്തായാലും കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ആവശ്യകത വെറും ഒരു ഫോർമലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല, ഇൻഫോർമലായിട്ടുള്ള ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെയും കൂടെ ആവശ്യകത അവിടെ ആ ഒരു 2-3 പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ബാക്കി നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇനി ഗ്രീറ്റിംഗ് നോക്കുക. ഇപ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക്, ഈ യൂണിറ്റ് വരുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മറ്റേതൊരു ഇൻട്രൊഡക്ഷനാണ്, അവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഇൻട്രൊഡക്ഷനിൽ ഗ്രീറ്റിങ്ങിൽ പറയുന്നത്, ലെറ്റ് us ഫസ്റ്റ്
look at a sample taken from the novel of a conversation between two old friends meeting after a long interval of time. അപ്പോൾ ഇവരുടെ സംഭാഷണം അതിൻ്റെ രീതിയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള സംഭാഷണമാണ്. ഹലോ രാജ്. വെൽക്കം പ്രശാന്ത്. ടേക്ക് എ സീറ്റ്. യു സ്റ്റാർട്ടഡ് മീ. രാജ്. When did you grow such a long hair? You like you look like one of the ancient sages living out in the jungle. അപ്പോൾ രാജ് കടന്നു വരികയാണ്. ഹലോ രാജ് എന്ന് രാജല്ല, ഫ്രണ്ട് കടന്നു വരികയാണ്. രാജിനെ വിളിച്ചിട്ട് ഹലോ രാജ്, വെൽക്കം പ്രശാന്ത്, ടേക്ക് എ സീറ്റ്. അപ്പോൾ രാജ് വെൽക്കം ചെയ്തു. അവർ ഇരിക്കൂ. എന്നിട്ട് പെട്ടെന്ന് പറയാം, അതായത് അപ്രതീക്ഷിതമായി ഇരിക്കുന്ന സമയത്താണ് ഹലോ രാജ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അതാണ് പറഞ്ഞത്, യു സ്റ്റാർട്ടിൽഡ് മീ, നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. രാജ്. വെൻ ഡിഡ് യു ഗ്രോ സച്ച് ലോങ് ഹെയർ, നിൻ്റെ മുടി എന്താ ഇങ്ങനെ ഇത്രയും നീണ്ടു പോയിട്ടുള്ളത്? യു ലുക്ക് ലൈക്ക് വൺ ഓഫ് ദ ആൻഷ്യൻ്റ് സേജസ്, ഒരു സ്വാമിനെ കാണുന്ന പോലെ, ഒരു ഋഷിയെ കാണുന്ന പോലെ ഉണ്ടല്ലോ നിന്നെ കണ്ടിട്ടും, കാട്ടിലൊക്കെ ജീവിക്കുന്ന. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് പറയുന്നത്, വെദർ ഐ ലുക്ക് ലൈക്ക് സേജ് ഇറ്റ്സ് നോട്ട് എ ഡിബേറ്റബിൾ. അങ്ങനെ നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല. ദാറ്റ് ദ ന്യൂ ഡൽഹി ഈസ് എ ജംഗിൾ, ന്യൂ ഡൽഹി ഒരു ജംഗിൾ തന്നെയാണ്, ഒരു കാട്ട് തന്നെയാണ്. ഈസ് നോട്ട്. കം ടെൽ അബൌട്ട് ഗുഡ് ഓൾഡ് മുംബൈ വെൻ ഐ മിസ് സോ മച്ച് ബട്ട് ഐ ഫസ്റ്റ് ടീ ഓർ കോഫി. അപ്പോൾ ആ വരൂ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നിന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞു. നിൻ്റെ മുടി എന്താണ് ഇങ്ങനെ നീട്ടി വളർത്തിയിട്ടുള്ളതെന്ന് ചോദിക്കുന്നു. ഒരു സന്യാസിനെ പോലെയുണ്ട്, കാട്ടിലേക്കുള്ള ഒരു സന്യാസിനെ പോലെയുണ്ട്. അപ്പോൾ ഞാൻ ഡൽഹിയിലാണ്, അവിടെ ഒരു കാട് പോലെ തന്നെയാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, നമ്മുടെ ആ ഓൾഡ് മുംബൈനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അവിടെ നീ പോയിരുന്നോ? അപ്പോൾ ഇയാൾ നേരത്തെ അവിടെ ഉണ്ടായിട്ടുണ്ട്, അവിടുത്തെ പഴയ ഓർമ്മയുണ്ട്, അതൊന്ന് റിക്കവർ ചെയ്തതാണ് അവിടെ. മുംബൈനെ കുറിച്ചിട്ട് എന്ത് പറയുന്നു? വെൻ ഐ മിസ് സോ മച്ച്, എനിക്കത് വല്ലാണ്ട് മിസ് ചെയ്യുന്നു. എന്നിട്ട് ചോദിക്കുന്നത് ടീ ഓർ കോഫി, ചായ കോഫി എന്താ വേണ്ടത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ ശരിക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒരു 1-2 പാരഗ്രാഫിൽ കൂടെ പറയുന്നുണ്ട്, ഇതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും ഓർത്തിരിക്കണം, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്, ഔദ്യോഗിക കമ്മ്യൂണിക്കേഷൻ അല്ലാത്ത സാധാരണ സംഭാഷണം. ഹലോ ഈസ് എ കോമൺ ഫോം ഓഫ് ഗ്രീറ്റിംഗ് എമംഗ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് ആണ് ഹലോ. ദർ ക്യാൻ ബി വേരിയേഷൻസ് ഇൻ ദ ടോൺ വിച്ച് ഈസ് റിസർവ്ഡ്. ഈ ഹലോ പറയുന്നതിന് പല വേരിയേഷൻസ് ഉണ്ട്. നമ്മളൊരു സാറിൻ്റെ അടുത്ത് പോയിട്ട്, നമ്മളെക്കാൾ മുതിർന്ന ഒരു ബോസിൻ്റെ അടുത്ത് പോയിട്ട് ഹലോ എന്ന് പറയുന്നതും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഹലോ എന്ന് പറയുന്നത് തമ്മിൽ രണ്ട് ടോൺ ആയിരിക്കും, നമുക്കറിയാം. അപ്പം depending upon the emotional state of the speaker and the degree of intimacy between the people engaged in the conversation, ഈ ഹലോൻ്റെ ടോണിൽ വ്യത്യാസം വരുന്നത് ആ ആൾ നമുക്ക് ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്, അയാൾ നമ്മൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്, അതനുസരിച്ചാണ് അതിൻ്റെ ടോണിൽ വ്യത്യാസം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇവിടെ നമ്മൾ കണ്ട എക്സാമ്പിളിൽ 2 ഫ്രണ്ട്സ് ആണല്ലേ, പരസ്പരം നല്ല അടുപ്പുള്ള 2 ഫ്രണ്ട്സുകൾ തമ്മിൽ തന്നെയാണ്. അപ്പോൾ അവരുടെ ഇടയിലുള്ള ഹലോ എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കറിയാം. എന്നാലും ഈ ഹലോനെ കുറിച്ചിട്ട് പറയുമ്പം ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ജസ്റ്റ് പല സ്ഥലത്തും ഹലോ എന്നും ഹായ് എന്നും കാണാറുണ്ട്. ഹലോ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് ഒഫീഷ്യലായിട്ടാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഹായ് എന്നുള്ളത് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിൻ്റെ ഇടയിൽ യൂസ് ചെയ്യുന്ന ഒരു ഗ്രീറ്റിംഗ് വേർഡാണ് ഹായ് എന്നുള്ളത്. നമ്മുടെ ബോസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയറിൻ്റെ അടുത്ത് പോയിട്ട് ഹായ് എന്ന് പറയാതെ ഹലോ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എല്ലാ സിറ്റുവേഷനിലും അങ്ങനെ തന്നെയല്ല, പല രാജ്യങ്ങളിലും പല കൾച്ചറിലൊക്കെ വ്യത്യസ്ത രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹലോനെ കുറിച്ചുള്ള ജസ്റ്റ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ വേറൊരു കാര്യം അതിൽ മനസ്സിലാക്കാനുള്ളത്, ഇൻഫോർമൽ സ്പീച്ച് യൂഷ്വലി ഹാസ്
have sentences and phrases, but because of the speakers and listener are face to face. നമ്മൾ സാധാരണ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് പൂർണ്ണമായിട്ടും അർത്ഥം പൂർണ്ണമായിട്ട് കിട്ടുന്ന രൂപത്തിലായിരിക്കും ചോദ്യം ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, നിനക്ക് ചായയാണോ കോഫിയാണോ വേണ്ടതെന്ന് പറയൂ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. എന്നാൽ നമ്മൾ ഇൻറ്റിമസി ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള സമയത്ത് അങ്ങനെ എടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. ചായ കോഫി എന്ന് ചോദിച്ചാൽ മതി. ടീ ഓർ കോഫി എന്ന് ചോദിച്ചാൽ എന്തർത്ഥമായി? അപ്പോൾ അതാണ് ഇൻഫോർമൽ കോൺവെർസേഷനിൽ എന്ത് യൂസ് ചെയ്യുന്നു? ഹാഫ് സെൻറ്റൻസ് ആയിരിക്കും പലപ്പോഴും യൂസ് ചെയ്യുക. അങ്ങനെ നമുക്ക് ചോദിക്കാം, അല്ലാതെ നീട്ടി വലിച്ച് ചോദിക്കണം എന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണം. അപ്പോഴാണ് കുറച്ചും കൂടെ സംസാരത്തിനൊരു ഭംഗി ഉണ്ടാവുക. അപ്പം അതിൻ്റെ എക്സാമ്പിളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. Here, an exchange of greeting between librarian and library member. ഒരു ലൈബ്രറിയനും ലൈബ്രറി മെമ്പറും തമ്മിലുള്ള സംഭാഷണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. How are you this morning, sir? ഒരാൾ കടന്നു വരികയാണ്, ലൈബ്രറിയിലെ മെമ്പറാണ് കടന്നു വരുന്നത്, ലൈബ്രറിയിലെ സ്റ്റാഫാണ് അവിടെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർ എന്ന് വിളിച്ചിട്ടായിരിക്കും അവർ അഭിസംബോധന ചെയ്യുക. How are you this morning, sir? All right, thank you. And how are you? Fine. Here are some new arrivals. You would really be interested in this new book by Parnuk. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൗ ആർ യു എന്ന് ചോദിച്ചു. അതിന് റിപ്ലൈ ആയിട്ട് ആൾ റൈറ്റ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഹൗ ആർ യു എന്ന് ചോദിച്ചു. നമ്മളോട് സാധാരണ പൊതുവെ ഒരാൾ ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഐ എം ഫൈൻ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ നിൽക്കും. അങ്ങനെ നിൽക്കാൻ പാടില്ല. ഹൗ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം ഫൈൻ താങ്ക് യു എന്നുകൂടെ പറഞ്ഞിട്ട് നിൻ്റെ വിശേഷം എന്താണ് എന്നും കൂടെ ചോദിക്കണം. നിനക്ക് സുഖമാണോ എന്നുകൂടി ചോദിക്കണം. അതാണ് ആൻഡ് ഹൗ ആർ യു. അപ്പോൾ അതിനും അദ്ദേഹം റിപ്ലൈ തരും. ഹിയർ ആർ സം ന്യൂ അറൈവൽസ് എന്നിട്ട് പറയുന്നത് ഇതാണ്. ഇവിടെ കുറച്ച് ബുക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടും. റൈറ്റർ പേരും അവിടെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. ഐ ഹാഡ് റീഡ് ദിസ് നോബൽ പ്രൈസ് സ്പീച്ച് ആൻഡ് ഐ എം റിയലി eager ടു റീഡ് ആൾ ഹിസ് ബുക്ക്. ഞാൻ അദ്ദേഹത്തിൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ട്, ചില സ്പീച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വായിക്കാൻ. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട കോൺവെർസേഷൻ 2 ഫ്രണ്ട്സുകൾ തമ്മിലുള്ള കോൺവെർസേഷനാണ്. അത് പക്ക എന്താണ്, ഇൻഫോർമലാണ്. അതായത് നിന്നെ കണ്ടിട്ട് എന്തെങ്ങനെ, നിൻ്റെ താടി മുടിയൊക്കെ എന്തെങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നത് ഇൻഫോർമലായിട്ടുള്ള പക്ക ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോക്കിംഗ് ആണ്. ഇവിടെ പക്ക ഫ്രണ്ട്ലി അല്ല, കുറച്ചൊക്കെ ഒരു ഒഫീഷ്യലാണ് അല്ലേ, കുറച്ചൊരു സീരിയസ് ആയിട്ടാണ് ഇവിടെയുള്ള കോൺവെർസേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കോളം കൂടെ അവിടെ തന്നിട്ടുള്ളത്. നോട്ടീസ് ദ റെസ്പെക്റ്റ്ഫുൾ ടോൺ ഓഫ് ദ ലൈബ്രറിയൻ. ഇവിടെ ലൈബ്രറിയൻ്റെ ഒരു റെസ്പെക്റ്റ്ഫുൾ ടോൺ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ദ പൊളൈറ്റ്നെസ് ഓഫ് ദ മെമ്പേഴ്സ്. അയാളെ റെസ്പെക്റ്റ് ചെയ്യുന്നു, മെമ്പർ എന്താണ്, പൊളൈറ്റ്നെസ് കാണിക്കുന്നു. വിത്തൗട്ട് ബീങ് ഓവർ ഫ്രണ്ട്ലി, വല്ലാണ്ട് ഓവർ ഫ്രണ്ട്ലി ആയിട്ടൊന്നും സംസാരിക്കുന്നുമില്ല. ഹൗ ആർ യു റെസ്പോണ്ട് ഓൾ റൈറ്റ് താങ്ക് യു. ഹൗ ആർ യു എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ താങ്ക് യു എന്നാണ് പറയുക, അതൊക്കെ നമുക്കറിയാം. ഓർ മോർ കോമൺലി ഫൈൻ താങ്ക് യു. ദിസ് കുഡ് ബി ഫോളോഡ് ബൈ ആൻഡ് ഹൗ ആർ യു. ഇതിൻ്റെ ശേഷം നമ്മൾ എന്തും ചോദിക്കണം, ഹൗ ആർ യു എന്നുകൂടി ചോദിക്കണം. നമ്മളെല്ലാവരും മറന്നു പോകുന്നൊരു കാര്യമാണ്, എസ്പെഷ്യലി മലയാളികൾ മറന്നു പോകുന്നൊരു കാര്യമാണ്. ആരെങ്കിലും ഹൗ ആർ യു പറഞ്ഞാൽ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോവുക. അല്ല, ഹൗ ആർ യു എന്ന് പറഞ്ഞാൽ ഐ എം ഫൈൻ താങ്ക് യു ആൻഡ് വാട്ട് അബൌട്ട് യു എന്നുകൂടി ചോദിക്കാൻ നിങ്ങൾ പഠിക്കണം. ഇതൊക്കെ നമ്മുടെ കോൺവെർസേഷൻ്റെ ക്ലാസ്സിൽ, ഗ്രാമറിൻ്റെ ക്ലാസ്സിൽ നമ്മൾ സ്പീച്ച് കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സൊക്കെ കിട്ടും. ലെറ്റ് us now look at a slightly more formal exchange of greeting between 2 neighbors. ഇപ്പോൾ നമ്മൾ ആദ്യം 2 ഫ്രണ്ട്സ് സംസാരിക്കുന്നത് കണ്ടു, പിന്നെ നമ്മൾ ലൈബ്രറിയനും മെമ്പറും സംസാരിക്കുന്നത് കണ്ടു. ഇനി നമ്മൾ 2 നൈബേഴ്സ് എങ്ങനെയാണ് സംസാരിക്കാൻ നോക്കാം. ഹൗ ഡു യു ഡു മിസ്റ്റർ മേത്ത. ഹൗ ഡു യു ഡു മിസ്റ്റർ ത്രിവേദി. ഐ എം സോറി, ഐ ഡിഡ് നോട്ടീസ് യു. ഞാൻ നിന്നെ കണ്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഹൗ ഡു യു ഡു, ഹൗ ഡു യു ഡു ആണ്. അപ്പോൾ ഹൗ ഡു യു ഡു ഒരു ഗ്രീറ്റിംഗ് ആണ്, അതൊരു ചോദ്യമൊന്നുമല്ല. ഹൗ ഡു യു ഡു എന്ന് നമ്മളോട് ഒരാൾ ഹൗ ഡു യു ഡു എന്ന് ചോദിച്ചാൽ എന്താണ് അതിന് ആൻസർ പറയാം. ഐ ആം ഫൈൻ താങ്ക് യു അല്ല. ചിലരെങ്കിലും അങ്ങനെ തെറ്റിച്ച് പറയാറുണ്ട്. ഹൗ ഡു യു ഡു എന്ന് ചോദിച്ചാൽ ഐ ആം ഫൈൻ താങ്ക് യു എന്ന് പറയാറുണ്ട്. അല്ല, ഹൗ ഡു യു ഡിൻ്റെ ആൻസർ വരുന്നത് ഹൗ ഡു യു ഡു എന്ന് തന്നെയാണ്.
നമ്മൾ നേരത്തെ ഹൗ ആർ യു കണ്ടു, ഇവിടെ ഹൗ ഡു യുഡും കണ്ടു. എന്താണ് ഹൗ ആർ യും ഹൗ ഡു യുഡും തമ്മിലുള്ള വ്യത്യാസം? കോമൺ ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഇതിന് കോമൺ ആയിട്ടുള്ള വ്യത്യാസം, സാധാരണ പരിചയമുള്ള ആൾക്കാർ തമ്മിൽ കാണുമ്പോൾ ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് വർത്താനം, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു യൂസേജാണ് ഹൗ ആർ യു. ഇനി പരിചയമില്ലാതെ നമ്മൾ പെട്ടെന്ന് ഇന്ന് കണ്ട ഒരാളെ, ഇന്ന് ആദ്യമായിട്ട് കാണുന്ന അയാളോട് നമ്മൾ എന്തൊക്കെ എൻ്റെ വർത്താനം, സുഖമാണോ എന്നൊന്നും ചോദിക്കൂല. ജസ്റ്റ് എന്തൊക്കെ എന്ന് നമ്മൾ ചോദിക്കുള്ളൂ. എന്താ പാട് എന്ന് വെറുതെ ഒന്ന് ചോദിക്കുള്ളൂ. അതിന് അയാളുടെ വിശേഷങ്ങൾ കംപ്ലീറ്റ് ഇങ്ങോട്ട് വിളമ്പി തരുമൊന്നുമില്ല. എന്താണ് സുഖം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നുമില്ല, അങ്ങനെ പറയുള്ളൂ. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഹൗ ഡു യു ഡു യൂസ് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ആളെ നമ്മൾ ഹൗ ഡു യു ഡു വെച്ചിട്ട്. എല്ലാ സിറ്റുവേഷനിലും അങ്ങനെ അല്ല. ഇപ്പോൾ ഹൗ ഡു യു ഡു നമുക്ക് എല്ലാതും യൂസ് ചെയ്യാം. എന്നാലും അതിൻ്റെ നല്ലൊരു യൂസേജ് എന്ന് പറയുന്നത് അതാണ്. ജസ്റ്റ് നിങ്ങളൊരു ഇംഗ്ലീഷുകാരനെ ആദ്യമായിട്ട് കാണുകയാണ്, ഹൗ ഡു യു ഡു ചോദിക്കാം. തിരിച്ചിങ്ങോട്ട് ഹൗ ഡു യു ഡു തന്നെയാണ് റിപ്ലൈ പറയുക. അയാളെ നിങ്ങൾ നാളെ വീണ്ടും കാണുകയാണെങ്കിൽ ഹൗ ആർ യു എന്ന് ചോദിക്കാം. നോ പ്രോബ്ലം, ഇന്നലെ നമ്മൾ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും സംസാരിക്കാം. അപ്പോൾ ഒരു രണ്ട് സിറ്റുവേഷൻ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ അതിനെക്കുറിച്ചൊന്നും പറയില്ല. ഹൗ ഡു യു ഡു യൂസ് ചെയ്യുന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എന്നിവിടെ പറഞ്ഞിട്ടില്ല. എന്നാലും കോമൺ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. ഹൗ ഡു യു ഡു ഈസ് എ കോമൺ ഗ്രീറ്റിംഗ്, എസ്പെഷ്യലി. അപ്പോൾ നമുക്ക് ആ കോൺവെർസേഷൻ ഒന്ന് ഫിനിഷ് ചെയ്യാം. ഹൗ ഡു യു ഡു മിസ്റ്റർ മേത്ത, ഹൗ ഡു യു ഡു മിസ്റ്റർ ത്രിവേദി, ഐ എം സോറി ഐ ഡിഡിൻ നോട്ടീസ്, ഞാൻ നിന്നെ ശ്രദ്ധിച്ചില്ല. വെൽ ഐ ഹാവൻ സീൻ ഇൻ യുവർ ക്വൈറ്റ് സം ടൈംസ്, ഞാൻ കുറച്ച് നേരമായിട്ട് നിന്നെ കണ്ടിരുന്നു. വെൽ ആൾമോസ്റ്റ് വീക്ക് നൗ, ഐ വാസ് ഔട്ട് ഓഫ് ദി ടൗൺ. ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ് വിത്ത് യു മിസ്റ്റർ മേത്ത, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്നുകൂടെ ചോദിക്കുന്നു. എന്നിട്ട് ഹൗ ഡു യു ഡു ഈസ് എ കോമൺ ഗ്രീറ്റിംഗ് എസ്പെഷ്യലി അമംഗ് ദ ബ്രിട്ടീഷ്. ഹൗ ഡു യു ഡു ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ ഗ്രീറ്റിംഗ്. ദ റെസ്പോൺസ് ടു ഹൗ ഡു യു ഡു ഈസ് എ ഹൗ ഡു യു ഡു. ഹൗ ഡു യു ഡിൻ്റെ റെസ്പോൺസ് വരുന്നത് വീണ്ടും ഹൗ ഡു യു ഡു തന്നെയാണ്. ദിസ് എക്സാമ്പിൾസ് ഷോസ് ദ കൈൻഡ് ഓഫ് എക്സ്ചേഞ്ച് that could take place between the neighbors used to seeing each other regularly. It also reflects concern felt by one for other. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ദെൻ ഇനി വേറൊരു എക്സാമ്പിൾ കൂടി നോക്കുക. Now look at this example. Hi, hello. What was the matter? Nothing. Come on. Get it off your chest. താങ്ക്സ്, നത്തിങ് റിയലി. ഇതൊരു സംസാരമാണ്. ഇവിടെ ഒന്നും കൂടെ ഒന്ന് നോക്കി നോക്കുക. ഒരാൾ വന്നിട്ട് ഹായ് എന്ന് പറയുന്നു, അടുത്ത ആൾ ഹലോ എന്നും പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ വളരെ ഇൻറ്റിമസി ആയിട്ടുള്ള ആൾക്കാരോടും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനോടും നമുക്ക് നല്ല ഇഷ്ടമുള്ള ആൾക്കാരോടൊക്കെ ഹായ് എന്ന് പറയാം. അതേ മാറ്റർ തന്നെ തിരിച്ചിങ്ങോട്ടും ഹായ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് നമ്മളോടും ഇഷ്ടമാണെന്ന് അർത്ഥം. നേരെ മറിച്ച് നമ്മൾ ഹായ് ഒരാളോട് പറഞ്ഞാൽ വേറൊരാൾ ഹലോ എന്നാണ് തിരിച്ച് പറയുന്നതെങ്കിൽ അയാൾക്ക് എന്തോ ഒരു അടുപ്പമില്ലായ്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമില്ല, എന്തെങ്കിലും ഒരു വിഷമമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ ഒരു തിരിച്ചുള്ള സംഭാഷണം ഒരു കട്ടി കൂടുക, ഒരു കടുപ്പത്തിൽ സംസാരിക്കുക. അപ്പോൾ അയാൾക്ക് എന്തോ ഒരു ഇതുള്ള പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അത് തന്നെയാണ് ഇവിടെയും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഹായും ഹലോയും കൂടെ വെച്ചിട്ടൊരു എക്സാമ്പിൾ തന്നുള്ളത്. അപ്പം ഒരാൾ ചെന്നിട്ട് ഹായ് എന്ന് പറയുന്നു, രണ്ടാമത്തെ ആൾ ഹലോ എന്ന് പറയുന്നു. അപ്പോൾ അയാൾ ചോദിക്കുന്നു വൈ, വാട്ട്സ് ദ മാറ്റർ, എന്താ നിനക്കൊരു പ്രശ്നം? നത്തിങ്, ഒന്നുമില്ല. കം ഓൺ, ഗെറ്റ് ഇറ്റ് ഓഫ് യുവർ ചെസ്റ്റ്. എന്താണ് അതൊരു ഫ്രേസാണ്, ഗെറ്റ് ഇറ്റ് ഓഫ് യുവർ ചെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? ഉണ്ടെങ്കിൽ അതെടുത്ത് കളയും. മനസ്സിലെന്തെങ്കിലും വിഷമമുണ്ട് അത് എന്നോട് പറഞ്ഞാൽ അതുകൊണ്ട് പോവും. നീ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കല്ലേ. ശരിക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു രീതി അതാണ്, മസിൽ പിടിക്കുക. ഹായ് എന്ന് പറയുമ്പോൾ ഒരാൾ ഹലോ എന്ന് പറഞ്ഞാൽ അയാളൊരു മസിൽ പിടിച്ചിരുത്തം ആണ്. അപ്പോൾ നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? ഉണ്ടെങ്കിൽ പറയേ. താങ്ക്സ്, ഇറ്റ്സ് നത്തിങ്. ഇല്ല, ശരിക്കും എനിക്കൊന്നുമില്ല. നമുക്ക് ചിലപ്പോൾ വിഷമമുണ്ടെങ്കിൽ നമ്മൾ അത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ പറയുക. നോ പ്രോബ്ലം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, താങ്ക് യു, ചോദിച്ചതിൽ നന്ദി എന്ന് പറഞ്ഞിട്ട് നമുക്കത് അവസാനിപ്പിക്കാം. അപ്പോൾ അവിടെ നോക്കുക, അവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോട്ടീസ് ഹൗ ദ എഫ്യൂസീവ് ഗ്രീറ്റിംഗ് ഹായ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹായ് എന്നുള്ള മെസ്സേജ് കിട്ടിയപ്പോൾ ദ ഫസ്റ്റ് സ്പീക്കർ ഈസ് റെസ്പോണ്ട് വിത്ത് എ സ്റ്റിഫ് ഹലോ, വളരെ കഠിനമായ ഹലോ വെച്ചിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ നോട്ടീസ് ദാറ്റ് ദ എക്സ്ചേഞ്ച് ഇസ് നോട്ട് ഓപ്പൺ, അദ്ദേഹം തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളോട് ഓപ്പൺ ആവാൻ ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് സെക്കൻഡ് സ്പീക്കർ ഒബീവിയസ്ലി നോട്ട് ഇൻ എ മൂഡ് ടോക്ക് ഫ്രീലി,
സെക്കൻഡ് പേഴ്സൺ എന്തല്ല, സംസാരിക്കാൻ ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള മൂഡിലല്ല, അദ്ദേഹത്തിന് മൂഡില്ല എന്നർത്ഥം. അപ്പോൾ നമ്മളൊരാളോട് ഹൈ എന്ന് പറഞ്ഞാൽ അതിന് തിരിച്ച് ഹലോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക അടുത്ത ആൾക്ക്, നമ്മൾ പോയ ആൾക്ക് സംസാരിക്കാനുള്ള സിറ്റുവേഷനിൽ അല്ല എന്ന് മനസ്സിലാക്കുക. അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഹലോ ഈസ് ലെസ് ഫോർമൽ ദാൻ ഹൈ. ഹൈനേക്കാൾ കുറച്ച് ഫോർമലാണ്. ലെസ് ഇൻഫോർമലാണ് എന്ന് പറഞ്ഞാൽ ഫോർമലാണ്, കൂടുതൽ ഫോർമലാണ് ഹലോ എന്ന് മനസ്സിലാക്കുക. സാധാരണ ഹലോ എന്നുള്ള വേർഡ് നമ്മൾ ടെലിഫോൺ കോളിലൊക്കെയാണ് യൂസ് ചെയ്യുക. അതിന് പല രൂപത്തിലും യൂസ് ചെയ്യും. ഹലോ, ഹുലോ, ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് പല രാജ്യങ്ങളിലും പല രൂപത്തിലാണിത് ഹലോ എന്നുള്ള വേർഡിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചിട്ട് മനസ്സിലാക്കുക. ഇനി കുറച്ച് മറ്റുള്ള വേയ്സ് കൂടെ തന്നിട്ടുണ്ട് നമുക്ക് ഗ്രീറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗുഡ് മോർണിംഗ്. ഇനി വെറും മോർണിംഗ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ചില ആൾക്കാരൊക്കെ മോർണിംഗ് എന്ന് മാത്രമേ എഴുതും. ഇൻ ദി സെക്കൻഡ് ഇൻസ്റ്റൻസ് ഇൻ ദി വേർഡ് ഗുഡ് ഈസ് നോട്ട് അട്ടേർഡ് അലൗഡ് ബട്ട് ദി അണ്ടർസ്റ്റുഡ്. അതായത് നമ്മൾ സാധാരണ നമ്മൾ എന്തിനും ഗുഡ് മോർണിംഗ്, നമുക്ക് ശരിക്കും അത്ര നല്ലൊരു അവസ്ഥയിൽ അല്ലെങ്കിൽ പോലും നമ്മൾ ഗുഡ് മോർണിംഗിന് ഗുഡ് മോർണിംഗ് എന്ന് തന്നെയാണ്, ബാഡ് മോർണിംഗ് നമ്മൾ കൊടുക്കാറില്ല അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഈ റെസ്പോൺസ് മറ്റുള്ളവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ നല്ലത് മാത്രം പറഞ്ഞാൽ മതി, നമ്മുടെ പ്രയാസങ്ങളൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, നൈസ് ടു സീ യു, ഹലോ, സീയിങ് ആഫ്റ്റർ എ ലോങ് ടൈം, കുറേ കാലമായിട്ട് നിന്നെ കാണാമെന്നൊക്കെ പറയാം. നൈസ് ടു സീ യു ആഫ്റ്റർ സോ ലോങ്. അങ്ങനെ കുറേ ഗ്രീറ്റിങ്സ് അതിലുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇനി കുറച്ച് ഗ്രീറ്റിങ്സ് എഴുതാനുള്ള ആക്ടിവിറ്റിയാണ്, അത് വായിച്ചിട്ട് നിങ്ങളതനുസരിച്ചിട്ട് ചെയ്യാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട, കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയാണ് ഇൻട്രൊഡ്യൂസിങ് വൺ സെൽഫ് ആൻഡ് അതേഴ്സ്. നമ്മുടെ ഗ്രാമറിൻ്റെ ക്ലാസ്സിൽ ഞാൻ തുടക്കത്തിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. നമ്മൾ നമ്മളെ തന്നെ പരിചയപ്പെടുത്തേണ്ട ഒരു രീതിയെക്കുറിച്ച്. അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു റൈറ്റിങ്സാണ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നത്. അത്ര ലെങ്തി ആയിട്ട് നിങ്ങൾ വായിക്കൊന്നും വേണ്ട, പറയൊന്നും വേണ്ട, നിങ്ങൾ ചുരുങ്ങിയ ലെവലിൽ പറഞ്ഞു നിർത്തിയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മാത്രമേ പറയേണ്ടതുള്ളൂ. എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക? ഹൗ ടു ഇൻട്രൊഡ്യൂസ് വൺ സെൽഫ് ഓഫ് പീപ്പിൾ ഹും ഹാവ് നെവർ മെറ്റ് ബിഫോർ. ഇതുവരെ കാണാത്ത ഒരാളെ മുന്നിൽ നിങ്ങൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? ഒന്നിൽ നിങ്ങൾ അല്ലെങ്കിൽ വേറൊരാളെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഐ ആം വിനീത ശുക്ല, ഹൗ ഡു യു ഡു? ഹലോ, ഐ എം നരേഷ് ത്രിപാഠി ഫ്രം കൺവെൻസിസ്, നൈസ് ടു മീറ്റ് യു. ഇപ്പോൾ ഒരാൾ പറഞ്ഞതും മറ്റാൾ അതിനെ തിരിച്ച് നമ്മുടെ രണ്ടാമത്തെ ആളായ റെസ്പോണ്ടൻ്റ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ പഠിച്ച ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സെൽഫ് ഇൻട്രൊഡക്ഷൻ അത് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ആൻസർ കൂടിയാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നീട് അതിൻ്റെ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ പറഞ്ഞുതരാം. നിങ്ങളോട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾക്കുള്ള ആൻസറാണ് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഹാവ് യു മെറ്റ് ബിഫോർ? ഐ എം രേണു വ്യാസ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഞാൻ രേണു വ്യാസാണ്. തരുൺ ജോർജ്, ഐ ഹാവ് എ വാഗ് ഫീലിംഗ് വി ഹാവ് മെറ്റ് സംവൺ. ഞാൻ തരുൺ ജോർജാണ്. എവിടെയോ കണ്ട പോലെ ഒരു ചെറിയ ഓർമ്മയുണ്ട്, അതിനാണ് വാഗ്യൂ ഫീലിംഗ് എന്ന് പറയുന്നത്. ഒരു വ്യക്തമല്ലാത്തൊരു ഓർമ്മ മനസ്സിൽ നിൽക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയോ വെച്ച് കണ്ട പോലെ ഉണ്ട്. വാസ് ഇറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരുന്നു. ദാറ്റ്സ് റൈറ്റ്, അതെ. ഐ ഡിഡ് മൈ മാസ്റ്റേഴ്സ് ദർ 2014-16. ഞാൻ 2014-16 അവിടെ മാസ്റ്റർ ഡിഗ്രി ചെയ്തിട്ടുണ്ട്. That's it. Then I was doing my research there same time. ഞാൻ ആ സമയത്ത് അവിടെ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു കേസ്. ഐ എം സുധീർ ഷാ, കം ഫോർ ദ ഇൻ്റർവ്യൂ. യെസ്, മൈ നെയിം ഈസ് ദിന പാക്കിൽ. യു ആർ ഫ്രം സൂറത്ത് ആൻഡ് യു? ഞാൻ സൂറത്തിൽ നിന്നാണ്, നിങ്ങൾ എവിടെ നിന്നാണ്? അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്ന സമയത്തുള്ള കോൺവെർസേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? അതൊരു ഇൻട്രൊഡക്ഷൻ വെച്ചിട്ടാണ്, സെൽഫ് ഇൻട്രൊഡക്ഷൻ വെച്ചിട്ടാണ് നമ്മളത് തുടങ്ങുക. ഞാൻ ഇന്ന ആളാണ്, നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കോൺവെർസേഷനാണ് അവിടെ തന്നിട്ടുള്ളത്. ഈ ബാക്കി കോൺവെർസേഷൻ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിതൊക്കെ ഗ്രാമറിൻ്റെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും, അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ.
നമ്മളിതിൻ്റെ കൂടെ തന്നെ ഗ്രാമറിൻ്റെ ക്ലാസ് കൂടി, ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നിട്ടൊരു ക്ലാസ് കൂടി കൊണ്ടുപോകുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന എല്ലാവരും ആ ക്ലാസ് കൂടി ഫോളോ ചെയ്യാം. അടുത്ത ടോപ്പിക്ക് വരുന്നത് എക്സ്റ്റെൻഡിങ് ഇൻവിറ്റേഷൻസ്, അക്സെപ്റ്റിംഗ് ആൻഡ് ഡിക്ലൈനിങ് ഇൻവിറ്റേഷൻസ്, ടേക്കിംഗ് ലീവ്. വിട്ടുപോവുക, ഇൻവിറ്റേഷൻ സ്വീകരിക്കുക, ഇൻവിറ്റേഷൻ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൽ യൂസ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ. അപ്പോൾ ഇവിടെ കൂടുതലായി നൗ റീഡ് ദ കോൺവെർസേഷൻ ആൻഡ് നോട്ടീസ് ദ വേ ടു ഫ്രണ്ട്സ് ടാക്ക് ടു ഈച്ച് അതർ. നോട്ടീസ് വെൽക്കം, ഇൻട്രൊഡക്ഷൻ, ദ വേ ഓഫ് ഇൻവിറ്റേഷൻ, എക്സ്റ്റെൻഡഡ് ആൻഡ് ആക്സെപ്റ്റഡ് ആൻഡ് ഡിക്ലൈൻഡ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എങ്ങനെ ഇതിൽ ഉപയോഗിക്കുന്നു, അതിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, എന്തൊക്കെ എക്സ്പ്രഷൻസ് ആണ് അതിലുള്ളത് എന്ന് ഈ ഒരു ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് വൺ, ഈസ് മിസ്റ്റർ ധവാൻ ദർ പ്ലീസ്. മിസ് ധവാൻ അവിടെ ഉണ്ടോ? പ്ലീസ് എന്ന് കൂടി ചേർക്കണം. അപ്പോൾ ഒരാൾ നമ്മൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്, ഈസ് മിസ് ധവാൻ ദർ പ്ലീസ്. മിസ് ധവാൻ അവിടെ ഉണ്ടോ? നമുക്ക് പലപ്പോഴും പലരെ കുറിച്ചും ചോദിക്കേണ്ടി വരും അല്ലേ? ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ട് ആ വീട്ടിൽ വിളിച്ചിട്ട് അവരവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പം ഈസ് ദർ എന്നാണ് ചോദിക്കുക. ഈസ് മിസ് ധവാൻ ദർ പ്ലീസ്. താഴെ ഒരു സെൻറ്റൻസ് കൂടി, പ്ലീസ് ഡു കം ഇൻ. ഒന്നുകൂടി, ഐ എം സോറി ടു ബാർജ് ഇൻ ലൈക്ക് ദിസ്. എന്നിട്ട് ഇപ്പോഴത്തെ കോളം നോക്കുക. ഇറ്റ് ഈസ് ജനറലി കൺസിഡേർഡ് ഇംപൊളൈറ്റ് ടു ബാർഗ് ഇൻ ടു സമ്മൺസ് ഹൗസ് വിത്തൗട്ട് ഇൻറ്റിമേഷൻ. അപ്പോൾ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം ഓക്കെയാണ്. ധവാൻ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു, പ്ലീസ് ഡു കം ഇൻ, അകത്തേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നു. പിന്നെ പറഞ്ഞത് എനിക്കങ്ങോട്ട് കയറാൻ കഴിയില്ല, എനിക്കങ്ങോട്ട് കയറാൻ വിഷമമുണ്ട്, അപ്പോൾ അതുകൊണ്ട് പുറത്തു നിന്നിട്ട് തന്നെ ചോദിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. അവിടെ ഇറ്റ് ഈസ് ജനറലി കൺസിഡേർഡ് ദ ഇംപൊളൈറ്റ് ബാർഗ് ടു സമ്മൺസ് ഹൗസ്. ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് കയറി ചെന്നിട്ട് അയാളവിടെ ഉണ്ടോയെന്ന് അവിടെ ആ വീട്ടിലേക്ക് എത്തി നോക്കാൻ പാടില്ല, ആ വീടിൻ്റെ ഡോർ തുറക്കാൻ പാടില്ല. ശരിക്കും അതൊക്കെ ഒരു മര്യാദയാണ്. ഒരു വീട്ടിലെത്തുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അവിടെ നമ്മൾ പെരുമാറേണ്ടതെന്ന് കൂടി പഠിക്കണം. ചില ആളുകളുണ്ട് വീട്ടിലേക്ക് നേരെ കയറി വരും. അതേപോലെ ഒരു വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് ബെല്ലടിക്കുക, ബെല്ലടിച്ചിട്ട് നമ്മൾ ഡോറിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കാൻ പാടില്ല. ബെല്ലടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഡോറിന്ന് കുറച്ച് ദൂരേക്ക് മാറി നിൽക്കുന്നതാണ് കുറച്ച് നല്ലത്. അതൊരു മര്യാദയാണ്. തുറക്കുന്ന സമയത്ത് നമ്മളെ പെട്ടെന്ന് കാണാൻ പാടില്ല. നമ്മൾ ഒത്തിരി ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്തിട്ട് വേണം നിൽക്കാൻ നമ്മളൊരു അന്യ വീട്ടിലേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ അതാണ്, അങ്ങനെ ഒരു വീട്ടിലേക്ക് നമ്മൾ ഇടിച്ചു കയറാനോ ഒന്നും പാടില്ല. എന്ത് ചെയ്യണം? വളരെ മാന്യമായ രീതിയിൽ പെരുമാറണം. ഹലോ ബോബ്, വാട്ട് ഈസ് സർപ്രൈസ്? ദിസ് ഈസ് മൈ ആഫ്റ്റർനൂൺ റൗണ്ട് ഓഫ് ഫോറം. ഹൗ വുഡ് ജോയിനിങ് മീ? ഇത് ഫ്രണ്ട്സ് തമ്മിലുള്ള, നേരത്തെ പരിചയമുള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. കമ്പയർ ദ ഫോർമാലിറ്റി ഓഫ് ബോബ് വിത്ത് ദ ഇൻഫോർമൽ ഓഫ് ഹിസ് ഫ്രണ്ട് ബെറി. ഇൻ ദി സെക്കൻഡ് സെക്ഷൻ ഈസ് greeted offusively by his friend asking to him join him in drink. അപ്പോൾ അവർ ഡ്രിങ്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരാൾ കയറി വന്നപ്പം നേരെ കയറാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു, അല്ലെങ്കിൽ നേരിട്ട് കയറി ചെല്ലാം. അത് ഫ്രണ്ട്സാണ്, അത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനുമാണ്. അതുകൊണ്ട് എന്താണ്, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. Too early for me, look you don't have a phone. I would note your address the last time I was there. നീ എത്ര വൈകിയത്? Too early for me. I look you too early for me. Look you don't have a phone. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. I didn't note your address. നിന്നെ ബന്ധപ്പെടാനാണെങ്കിൽ അഡ്രസ്സും ഇല്ല. അതായത് ഇവർ ഓൾറെഡി പാർട്ടി കൂടി അതിലേക്ക് എന്താണ് കുറച്ച് ലേറ്റായിട്ടാണ്, ഇവർ കുറച്ച് നേരത്തെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്, ലേറ്റായി വന്നപ്പോൾ ഉള്ള ഒരു സോറി പറയുന്ന പോലെയുള്ള ഒരു വാക്കാണത്. ബോബ് റെഫ്യൂസ് പൊളൈറ്റ്ലി അപ്പോളജൈസ് ഫോർ എ ഡ്രോപ്പിംഗ് ഇൻ അൺഅനൗൺസ്ഡ്. ഈ ഒരു വിവരം പറയാത്തതിൻ്റെ പേരിൽ ഒന്ന് ക്ഷമ ചോദിക്കുന്ന പോലെയുള്ള സംഭാഷണമാണ് അത്. അവർ തമ്മിൽ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവർ ഒരു പാർട്ടി കൂടി, ആ പാർട്ടിൽ ഇയാൾ എത്തുന്നതിന് മുന്നേ പാർട്ടി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ നിന്നെ അത് അറിയിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള സംഭാഷണം. ഫ്രണ്ട്സാണ്, നോൺ എന്താ പറയുക, ഇൻഫോർമൽ കോൺവെർസേഷനാണ്. ബാക്കി നിങ്ങളൊന്ന് വായിച്ച് നോക്കാം കേട്ടോ. ഞാൻ അടുത്ത കോളത്തിലേക്ക് പോകുന്നു. ആൻഡ് ദാറ്റ്സ് മൈ ബ്രൈഡ് മാരീഡ് 7 years now. സോറി, ആൻഡ് ദാറ്റ്സ് മൈ ബ്രൈഡ് മാരീഡ് 7 years now. ഇതെൻ്റെ വൈഫാണ്, 7 വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്.
പ്ലീസ് മീറ്റ് യു മിസ്റ്റർ ധവാൻ. ബറി ഇൻട്രൊഡ്യൂസസ് ഹിസ് വൈഫ്. അപ്പോൾ ബറി അവൻ്റെ വൈഫിനെ പരിചയപ്പെടുത്തുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഹിസ് വൈഫ് ടു ഹിം. നോട്ടീസ് ദ എക്സ്പ്രഷൻ പ്ലീസ്ഡ് ടു മീറ്റ് യു. ദിസ് ഈസ് ദ റെസ്പോൺസ് വെൻ സംബഡി ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു യു. ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനാണ്, ഇതെൻ്റെ മാനേജറാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ സിസ്റ്ററാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത് പ്ലീസ് ടു മീറ്റ് യു എന്നാണ് പറയേണ്ടത്. കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ ആ ഒരു രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോൺവെർസേഷൻ തന്നിട്ടുള്ളത്. ഇനി അടുത്ത കോൺവെർസേഷൻ നോക്കൂ. വെൽ, ഐ ആം ഇൻ എ ഹറി. ഐ ജസ്റ്റ് കെയിം ടു ആസ്ക് യു മിസ്റ്റർ ധവാൻസ് ഗാഥം. ചിലപ്പോഴൊക്കെ നമുക്ക് ഒരാളടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ, ആരുടെയെങ്കിലും അടുത്ത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പിരിഞ്ഞു പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സംസാരം നിർത്താണ്ട് കണ്ടിന്യൂ ചെയ്യും. ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് വെൽ, ഐ എം ഇൻ എ ഹറി. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശരിക്കും അങ്ങനെ ആളെ കൊണ്ട് പറയിപ്പിക്കരുത്. അയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് അങ്ങോട്ട് ചോദിക്കണം, തിരക്കുണ്ടോ, നിങ്ങൾക്ക് തിരക്കുണ്ടോ? വെറുതെ ഒരാളെ വിളിച്ചിട്ട് നമ്മളിങ്ങനെ കത്തി വെക്കാൻ പാടില്ല. തിരക്കുണ്ടെങ്കിൽ പോയിക്കോളൂ എന്നുള്ള രീതിയിൽ നമ്മൾ അതൊക്കെ മാന്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും ഒരാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ എന്ത് മനസ്സിലാവും? അയാൾ തിരക്കുണ്ട് എന്ന് മനസ്സിലാവും. അത് നമ്മൾ ബോഡി ലാംഗ്വേജ് ട്രിക്സ് ഗ്രാമറിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ആ സമയത്ത് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തിരക്കുണ്ടെങ്കിൽ ഇങ്ങനെ പറയാൻ, വെൽ ഐ ആം ഇൻ എ ഹറി, ഞാൻ കുറച്ച് തിരക്കിലാണ് എന്ന് പറഞ്ഞിട്ട് പോകാം. ബാക്കി നിങ്ങളൊന്ന് വായിച്ച് നോക്കട്ടെ. ആ കോളം കംപ്ലീറ്റ് വായിക്കുക, ഇപ്പുറമുള്ള കാര്യങ്ങൾ കൂടെ വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ ചോദിക്കാം. നമ്മളിതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പിന്നെ ഒന്നുകൂടി പറയും. ഇനി അവിടെ കുറച്ച് സെൻറ്റൻസ് കൂടെ തന്നിട്ടുണ്ട്. അതിലെല്ലാ സെൻറ്റൻസും ഞാൻ വായിക്കുന്നില്ല, കുറച്ച് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഹിയർ ആർ സം വേസ് ഓഫ് ലീവ് ടേക്കിംഗ്. നോട്ടീസ് പൊളൈറ്റ് റെസ്പോൺസ് ടു ദ ഹോസ്റ്റ്. നമ്മൾ പിരിഞ്ഞു പോകുന്നതിന് യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ്. ഹി ഹാസിൻറ്റ് കം യെറ്റ്. ഐ തിങ്ക് ഐ ഷുഡ് ലീവ്. നമ്മളൊരാളെ കാണാൻ പോയി, അയാളവിടെ വന്നിട്ടില്ല, അയാളങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഒരു വീട്ടിൽ കയറി ചെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുത്തെ നമ്മുടെ ഫ്രണ്ടാണ്, അതേ ഇതുവരെ വന്നിട്ടില്ല, നമ്മൾ കുറച്ച് നേരം വെയിറ്റ്, ആ വീട്ടുകാർ പറഞ്ഞ് നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തോളൂ. അപ്പോൾ വീട്ടുകാർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ രാവിലെ ചെന്ന് വൈകുന്നേരം വരെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണ്ട. എന്ത് ചെയ്യണം? ഇത്തിരി സമയമൊക്കെ വെയിറ്റ് ചെയ്യാൻ പാടുള്ളൂ. വെയിറ്റ് ചെയ്തിട്ട് തൽക്കാലം നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അവിടുന്ന് നമ്മൾ വിചാരിച്ച ആളില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് വേഗം സ്ഥലം വിടണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഹി ഹാസിൻറ്റ് കം. അവൻ ഇപ്പോഴും വന്നില്ല. ഹി ഹാസിൻറ്റ് കം യെറ്റ്. അവൻ ഇപ്പോഴും വന്നിട്ടില്ലല്ലോ. ഐ തിങ്ക് ഐ ഷുഡ് ലീവ്. ഞാൻ പോവുകയാണ് എന്ന് പറയാം. അതിന് ഐ തിങ്ക് ഐ ഷുഡ് ലീവ്, എനിക്ക് പോയാൽ കൊള്ളാമെന്നാണ്. ഡു സിറ്റ് ഫോർ എ ലിറ്റിൽ വൈൽ മോർ. കുറച്ച് നേരം കൂടി ഇരിക്കുക. അപ്പോൾ വീട്ടുകാർ മര്യാദ ലെവലിൽ പറയും കുറച്ച് നേരം കൂടി ഇരിക്കണം. അപ്പം നമ്മൾ സമ്മതിക്കാൻ പാടില്ല, ശരിക്കും പറഞ്ഞാൽ കേട്ടോ. യു ഹാവ് വെയിറ്റഡ് ഫോർ എ ലോങ്. ഹി ഷുഡ് ബി ബാക്ക് എനി മിനിറ്റ്സ്. ക്യാൻ ഐ ഗെറ്റ് സംതിങ് ടു ഡ്രിങ്ക്. അപ്പോൾ അവർ ചോദിക്കും, എന്തായാലും വരും, എന്തായാലും വരേണ്ട സമയമായിട്ടുണ്ട്, നിങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തില്ല, അതേം വരും, നിങ്ങൾക്ക് കുടിക്കാൻ എന്താണ് വേണ്ടത്? അപ്പോഴൊക്കെ നമ്മൾ പറയേണ്ടത് കഴിയുന്നതും നോ താങ്ക്സ്, ഒന്നും വേണ്ട. ഡിഡ് യു നോ യു വർ കമ്മിങ്? ഡിഡ് ഹി നോ യു വർ കമ്മിങ്? നീ വരുന്ന കാര്യം അവൻ അറിയോ? നോ, ഐ തോട്ട് ഐ വിൽ ടേക്ക് ദ ചാൻസ്. ഐ വിൽ ഗോ നോ. ഞാനിപ്പോൾ പോവാം, ബാക്കി കാര്യങ്ങൾ പിന്നെ ചെയ്യാം. ഐ വിൽ ടെൽ ഹിം യു കെൻ. ഞാൻ പറയാം, നിങ്ങൾ വന്ന കാര്യം ഞാൻ പറയാം. വുഡ് യു ലൈക്ക് ടു റൈറ്റ് ഡൗൺ എ മെസ്സേജ്? ഇങ്ങനെ മെസ്സേജ് എന്നൊക്കെ പറഞ്ഞാൽ മെസ്സേജ് എഴുതി കൊടുക്കണോ എന്നല്ല, നിങ്ങൾ വന്ന കാര്യം ഞാൻ അദ്ദേഹത്തിനോട് പറയണോ എന്നാണ്. വുഡ് യു ലൈക്ക് ടു റൈറ്റ് ഡൗൺ എ മെസ്സേജ് എന്ന് ചോദിക്കുന്നത്. അതൊക്കെ അങ്ങനെയുള്ള യൂസേജുകളൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. നോ, ഐ വിൽ കോൾ ലേറ്റർ. വേണ്ട, ഞാൻ വിളിച്ചോളാം. താങ്ക്സ്, ഐ മസ്റ്റ് ലീവ് നൗ. ഞാൻ പോവാണ്. അത്രയും പറഞ്ഞിട്ട് നമുക്കൊരു സ്ഥലത്തു നിന്ന് രക്ഷപ്പെടാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം, ഞാൻ ഇരിക്കുന്നില്ല, എനിക്ക് ഒരുപാട് സമയമായി, ഞാൻ പോവുകയാണ്, പിന്നീട് ഞാൻ അറിയിച്ചോളാം, പിന്നെ ഞാൻ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് പോകുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കോൺവെർസേഷനാണ് ഈ ഒരു 2-3 സെൻറ്റൻസിലൂടെ നമ്മളെ പരിചയപ്പെടുത്തിയത്. അതും നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇതിൽ വരുന്ന മറ്റൊരു കാര്യമാണ് സ്മോൾ ടോക്ക്. നമ്മളെ സംഭാഷണത്തിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു ആർട്ടാണ്. നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, 2 വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പം, അല്ലെങ്കിൽ കുറച്ച് പേര് തമ്മിൽ ഒന്നിച്ചൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ
നമുക്ക് ഇടയിൽ സംസാരിക്കാൻ ഒരു വിഷയം ഉണ്ടാവാതിരിക്കുക, അല്ലേ? നമ്മളെല്ലാം അനുഭവിക്കുന്നതാണ്. ഒരു കല്യാണത്തിന് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോവുക, അപ്പോൾ നമ്മുടെ അടുത്തൊരാളുണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ ആലോചിക്കും എന്താണ് സംസാരിക്കുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനെക്കുറിച്ച് പറയും. നമുക്ക് കോമൺ ആയിട്ട് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ കത്തിക്കയറും. അങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ചില ചെറിയ ടോപ്പിക്കുകളെയാണ് സ്മോൾ ടോക്ക് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ടോക്കിംഗ് അബൌട്ട് ദ വെദർ. കാലാവസ്ഥയെ കുറിച്ചിട്ട് സംസാരിക്കുക. നല്ലൊരു ടോപ്പിക്കല്ലേ? രണ്ട് വ്യക്തികൾ, നമ്മളിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് ഒരാളുണ്ട്, തൊട്ടടുത്ത് വേറൊരു ആളിരിക്കുന്നു. ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്നുണ്ടാകും, പക്ഷേ സംസാരിക്കാനുള്ള സ്റ്റാർട്ടിങ് കിട്ടൂല. ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം, ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് സംസാരിക്കാൻ പറ്റും. ഇതിനെയൊക്കെ നമ്മൾ ഐസ് ബ്രേക്കിംഗ് എന്നാണ് പറയുക. നമ്മുടെ ഇടയിലുള്ള ഐസ് ബ്രേക്ക് ചെയ്യുക, അതായത് ഐസിനെ ഇങ്ങനെ ഉരുക്കി കളയണം. രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിച്ച് തുടങ്ങാൻ ആദ്യം, ഇപ്പം നിങ്ങൾ എന്നെ ഫസ്റ്റ് എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ പെട്ടെന്ന് ചാടിക്കയറി സംസാരിക്കാനൊന്നും നിങ്ങൾക്ക് തോന്നില്ല, അല്ലേ? എനിക്ക് തിരിച്ചങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇടയിൽ ഒരു ഐസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഐസിൻ്റെ മല, ഒരു ബ്ലോക്ക് എന്നാണ് ഞാൻ പറയാം. അതിങ്ങനെ ഉരുകി പോവും. എങ്ങനെ? നമ്മൾ ഐസ് ബ്രേക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതായത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒന്ന് ഹൗ ഡു യു ഡു ആണ്. ഹൗ ഡു യു ഡു ചോദിച്ചാൽ തന്നെ പകുതി ഐസ് ഉരുകും നമ്മുടെ ഇടയിലുള്ള എന്ന് പറഞ്ഞ പോലെ. പിന്നീട് നമുക്ക് വാചാലമായിട്ട് സംസാരിക്കാനുള്ള ടോപ്പിക്കുകളാണ് സ്മോൾ ടോക്കിംഗ് എന്ന് പറയുന്നത്. ടോക്കിംഗ് അബൌട്ട് വെദർ, കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുക. ഇതൊക്കെ നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ടോക്കിംഗ് അബൌട്ട് വെദർ. Weather is a very easy subject to start conversation. This is because of all participants in conversation share the knowledge about weather. എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളെ. എന്ത് ചൂടാണ് ഇപ്പോൾ മാർച്ച് മാസം ആയുള്ളൂ, ഇപ്പോൾ തന്നെ ഇത്രയും ചൂടായി കഴിഞ്ഞാൽ ഇനി മെയ് വരാനുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചൂടിനെ കുറിച്ചൊക്കെ ധാരാളം സംസാരിക്കാം, അല്ലേ? അപ്പോൾ അതാണ്, അങ്ങനെയുള്ള ഒരു കോൺവെർസേഷൻ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. Now read the conversation about the weather. Terribly hot, isn't it? എന്തൊരു ചൂടാണ്. ടെമ്പറേച്ചർ ഇപ്പോൾ 42 ഡിഗ്രി ആയിട്ടുണ്ട്, ഇനി മെയ് മാസം ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കാം. രണ്ടാമത് പേഴ്സണൽ മാറ്റർ. പേഴ്സണൽ മാറ്ററും സംസാരിക്കാം. അവിടെ ശ്രദ്ധിക്കണം, പേഴ്സണൽ മാറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലരുടെ സ്വകാര്യമായ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചോദിക്കരുത്. ചില ആൾക്കാരുണ്ട് അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അതായത് people and what they do, an interesting topic of the conversation too, while the word gossip does have the derogatory sense. നമ്മൾ സംസാരിക്കണം, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം, പക്ഷേ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അവരുടെ ഗോസിപ്പുകളോ സംസാരിക്കാൻ പാടില്ല. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. We might also happen to meet a stranger. While some people may find personal questions embarrassing. ചില ആളുകൾ കണ്ടു കഴിഞ്ഞാൽ, പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും അവരെ എംബറാസ് ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ്, അവരെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ പാടില്ല. നമ്മളാരും ഇനി അങ്ങനെ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ പഠിച്ച ആൾക്കാരാണ്, കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് പഠിച്ച ആൾക്കാരാണ്, ഏറ്റവും നന്നായിട്ട് എങ്ങനെയാണ് ആളുകളോട് സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരാണ്. നമ്മളൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്, അല്ലേ? ചില ആൾക്കാരാണ് നമ്മളിങ്ങനെ കുത്തി ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഏജ് ആയിട്ടുള്ള, ഒരു പക്വത വന്നിട്ടുള്ള 18 വയസ്സായിട്ടുള്ള ഒരു പയ്യനെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. പഠിപ്പൊക്കെ കഴിഞ്ഞെന്ന് വെച്ചാൽ ജോലിയൊന്നും ആയില്ലെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ ശരിക്കും ആ ഒരു ഏജിൽ വരുന്ന കുട്ടികൾക്ക് ഭയങ്കര പ്രയാസമാണ്. ഇപ്പോഴും പഠിക്കുന്നതാണോ, ജോലിയൊന്നും ആയില്ലേ എന്നൊക്കെയുള്ളൊരു ചോദ്യം. ഈ ചോദ്യം നമ്മൾ അങ്ങനെ തുടങ്ങി എവിടെ വരെ എത്തും? അത് ആൺകുട്ടി ആവട്ടെ പെൺകുട്ടി ആവട്ടെ, ഇത്തിരി അങ്ങോട്ട് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞില്ലേ ചോദിക്കും. ഇപ്പോഴും കല്യാണം കഴിഞ്ഞില്ലേ, എന്താണ് കല്യാണം കഴിയാത്തത് ചോദിക്കും. ഇതൊക്കെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യും. എന്നിട്ടും അവിടെ അവസാനിക്കുന്നില്ല. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിക്കുക, കല്യാണം കഴിഞ്ഞാൽ കുട്ടികളായില്ലേ ചോദിക്കും, ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കും, അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ എംപ്രസ് ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തണം, സംസാരിക്കണം എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ എംപ്രാസിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. അപ്പോൾ ആളുകൾ നിങ്ങളെ വെറുക്കും. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. നിങ്ങളിതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങൾ ആളുകൾ ഇഷ്ടപ്പെടും. നിങ്ങളുടെ സംസാരം നിങ്ങളെ കാണുമ്പോഴേക്ക് നിങ്ങൾ അവരെ ഇഷ്ടപ്പെടും.
നിങ്ങളുടെ സംസാരത്തിന് വേണ്ടിയിട്ട്, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യും. നമ്മളെപ്പോഴും ഇങ്ങനെ ചറപറാന്ന് സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരു വില ഉണ്ടാവില്ല. നേരെ മറിച്ച് മിണ്ടാണ്ടിരുന്നാലും വില ഉണ്ടാവില്ല. ആവശ്യത്തിന് മാത്രം വളരെ മാന്യമായി മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സംസാരിച്ച് നോക്കൂ, നിങ്ങൾക്ക് വില കിട്ടും. അപ്പോൾ അതിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു ടോപ്പിക്കിൽ. ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. അതിൽ കുറച്ച് കോൺവെർസേഷൻസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഫുഡ്. ഫുഡിൻ്റെ കാര്യം നമുക്ക് കോമൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഫുഡിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും. അനദർ ഫേവറേറ്റ് ടോപ്പിക് that lends itself small talk is food. Whether it is we talk about the new popular eating places in town, fruits season, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. ഇവിടെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്രഷ് ഗുവാവ ഫ്രം അവർ ഓർച്ചാർഡ്. ഗുവാവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പേരക്ക ഫ്രൂട്ടാണ്. ഇത് ഫ്രഷ് ഗുവാവയാണ്. ഇത് ഞങ്ങളുടെ തന്നെ തോട്ടത്തുനിന്ന് വരുന്നതാണ്. ഓർച്ചാർഡ് എന്ന് പറഞ്ഞാൽ തോട്ടം. റിയലി ദേ സീം ടു ബി ജസ്റ്റ് റൈപ്പ്. നല്ല പാകത്ത ഒരു പഴം തന്നെയാണ് കേട്ടോ എന്ന് പറയുന്നു. യെസ്, ദിസ് ഗുവാവ യു വാണ്ട് ടു ജസ്റ്റ് റൈറ്റ്, നോട്ട് ടു റോ, നോട്ട് ടു റൈപ്പ്. ഇത് വല്ലാണ്ട് പഴുക്കുകയും ചെയ്തിട്ടില്ല, എന്നാലോ പച്ചയല്ല. ഹിയർ സം സാൾട്ട് ആൻഡ് പെപ്പർ, സ്പ്രിങ്കിൾ സം. ഉപ്പും കുരുമുളകൊക്കെ ഉണ്ട്, ജസ്റ്റ് അതും കൂടെ വേണമെങ്കിൽ യൂസ് ചെയ്തോളൂ അതിൻ്റെ കൂടെ, അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. റിമൈൻഡ്സ് മീ ടൈംസ് ബാക്ക് ഇൻ ദി വില്ലേജ്. എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പഴയ വില്ലേജിലെ ജീവിതമാണ്. വുഡ് perch ourselves on the branches and merrily much away, story book on the hand. കഥ ബുക്കൊക്കെ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് മരത്തിൻ്റെ കൊമ്പിലൊക്കെ കയറിയിരുന്ന് വായിച്ചതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ കൂടി അവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ ഫുഡിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പം നമുക്ക് ഇങ്ങനെ സംഭാഷണം എന്തിലേക്ക് കൊണ്ടുവരാം, നൊസ്റ്റാൾജിക് മൂഡിലേക്കൊക്കെ കൊണ്ടുപോകാം. ആ ഒരു രീതിയിലുള്ള സംഭാഷണമാണ് അവിടെ ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷനെ എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഐസ് ബ്രേക്കിംഗ് ആയിട്ടുള്ള സ്മോൾ ടോക്ക് കൊണ്ടുവന്നിട്ട് സംസാരിച്ച് അങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടിയ ആളോട് നമ്മൾ ഫുഡിനെ കുറിച്ച് സംസാരിക്കാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാലാവസ്ഥയെ കുറിച്ച് സംസാരിക്കാം. പേഴ്സണൽ മാറ്ററും സംസാരിക്കാം, അയാളെ വേദനിപ്പിക്കാത്ത ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചുകൊണ്ട്. അതേപോലെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന മറ്റൊരു ടോപ്പിക്കാണ് എൻ്റർടൈൻമെൻറ്റ്. വെറും ഫുഡും ഒക്കെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ്, അത് എസ്പെഷ്യലി എന്തെങ്കിലും ഗെയിം ആവാം, ഫുട്ബോളിനെ കുറിച്ചാവാം, ക്രിക്കറ്റിനെ കുറിച്ചാവാം, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട്. അപ്പം അതിനും എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. മാച്ച് ഗോട്ട് ഇൻട്രസ്റ്റിംഗ്. കളി നല്ല രസമായിട്ടുണ്ട് അല്ലേ. വാട്ട് എ റബ്ബിഷ്, വി നീഡ് 12 റൺസ് ഇൻ ദി ലാസ്റ്റ് ഓവർ. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാകുമ്പം ആ ഒരു സംഭാഷണത്തിൽ കൂടെ അങ്ങനെ പോകാം. നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളും അതിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, അതിനെക്കുറിച്ച് അറിയുന്ന ആളാണെങ്കിൽ സംഭാഷണം അങ്ങനെ നീണ്ടുപോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ടോപ്പിക് എടുത്തിട്ട് നമുക്ക് സംസാരിക്കാം. ഇതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് നമുക്ക് മറ്റേ ഗ്രാമറിൻ്റെ ക്ലാസ്, സ്കിൽ ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ ടോപ്പിക് എടുത്തൊക്കെ എങ്ങനെ സംസാരിക്കാം എന്നുള്ളത് അവിടെ നമുക്ക് പഠിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്. ഇതോടുകൂടി ഈ ഒരു യൂണിറ്റ് അവസാനിക്കുകയാണ്. അടുത്ത ബ്ലോക്ക് ഉടനെ ഇടാം. താങ്ക് യു ഫോർ ലിസണിങ്. ഗുഡ് ബൈ.